ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, 2 ദിവസം മുമ്പ് ഞാൻ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് കുറേ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മാത്രമല്ല, അതിന് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് വേണം അപേക്ഷിക്കാൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ ഡീറ്റെയിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് പാസ്സാണ്. ഇതിലേക്ക് 23ഓളം പോസ്റ്റുകളുണ്ട്. MTS, ചൗക്കീദാർ, സഫായി വാല, വാഷർമാൻ തുടങ്ങി 23ഓളം പോസ്റ്റുകളുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് അൺറിസർവ്ഡിന്. ഇതിൽ 3 വർഷത്തുള്ള OBCക്കും 5 വർഷത്തുള്ള SC/STക്കും ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അപേക്ഷിക്കുമ്പോൾ പോസ്റ്റ് കവർ വഴിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഈ ഫോമാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫില്ലപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത്. MTS ചൗക്കീദാർ ആണെങ്കിൽ MTS ചൗക്കീദാർ എന്ന് എഴുതുക. വാഷർമാൻ ആണെങ്കിൽ വാഷർമാൻ എന്ന് എഴുതുക. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ നെയിം എഴുതുക. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ PDF കൊടുത്തേക്കുന്ന നമ്പറാണ്. ഈ PDF ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ PDF അവസാനമാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഉള്ളത്. സോ ഫ്രണ്ട്സ്, അടുത്തത് ടു ദ കമാൻഡൻറ്റ്. ഒന്നാമത്തത് ഫുൾ നെയിം ബ്ലോക്ക് ലെറ്ററിൽ തന്നെ എഴുതണം. 10ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന നെയിം, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റുള്ള നെയിം തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ് നെയിം. മാരീഡ് ആയിട്ടുള്ള വനിതകളുണ്ടെങ്കിൽ ഹസ്ബൻഡ് നെയിം എഴുതുക, അല്ലെങ്കിൽ ഫാദേഴ്സ് നെയിം എഴുതുക. മെയിൽ കാൻഡിഡേറ്റ്സും ഫാദേഴ്സ് നെയിമാണ് എഴുതേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെൽഫ് സൈൻ ചെയ്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. നാലാമതായിട്ട് വരുമ്പോൾ ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെ 2 ഫെബ്രുവരി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെ 2 ഫെബ്രുവരിയിൽ എത്ര വയസ്സാണോ എന്ന് അത് എഴുതുക. ഇയേഴ്സ്, മന്ത്, ഡേയ്സ് കറക്റ്റായിട്ട് എഴുതുക. കാറ്റഗറി ഏതാണെന്ന് എഴുതുക. 5ാമതായി വരുമ്പോൾ. 6ാമത് പറഞ്ഞിരിക്കുന്നത് നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എഴുതുക. റിലീജിയൻ ഏതാണെന്ന് എഴുതുക. 7ാമത് കൊടുത്തിരിക്കുന്നത്. 8ാമത് കൊടുത്തിരിക്കുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പിൻകോഡും അഡ്രസ്സും എഴുതുക. പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ്. ഈ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പോസ്റ്റൽ അഡ്രസ്സ് എഴുതുക. മാത്രമല്ല, പെർമനൻറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ സ്ഥിര താമസിക്കുന്ന അഡ്രസ്സ് ഏതാണെന്ന് എഴുതുക. ഈ പെർമനൻറ്റ് പോസ്റ്റൽ അഡ്രസ്സും അതുപോലെ തന്നെ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സും ഒന്നാണെങ്കിൽ 2 എഴുതണം, നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. സ്റ്റേ ചെയ്യുന്നവരുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മാറി സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സാണ് പ്രസൻറ്റിൽ കൊടുക്കേണ്ടത്. പെർമനൻറ്റ് നിർമ്മാണം സ്ഥിര താമസിക്കുന്ന അഡ്രസ്സ് കൊടുക്കണം. 11ാമത് പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് ദ എക്സാം പാസ്സായത് 10ാം ക്ലാസ്സും +2 ഒക്കെ പാസ്സായിട്ട് അതെല്ലാം കൊടുക്കേണ്ടതാണ്. ഇയർ ഓഫ് പാസ്സായ വർഷം ഏതാണെന്ന് എഴുതുക. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഏത് ബോർഡിലാണ് പഠിച്ചതെന്ന് എഴുതുക. CBSE ആണ് CBSE, കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അത് കൊടുക്കുക. എത്ര മാർക്ക് ഒബ്റ്റൈൻ ചെയ്തെന്ന് കൊടുക്കുക. ഏത് ഡിവിഷൻ ആണെന്ന് കൊടുക്കുക. റീമാർക്സ് കൊടുക്കുക. മാത്രമല്ല, അവർ പറഞ്ഞിട്ടുണ്ട് കോപ്പി വെക്കണം. 10ന്റെ യോഗ്യതയുടെ കോപ്പി വെക്കണം. 10ന്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കണം. +2 ഉണ്ടെങ്കിൽ +2ന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി വെക്കണം. ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വെക്കാവുന്നതാണ്. 10ാം ക്ലാസ്സിൻ്റെ കോപ്പി എന്തായാലും നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം 10ാം ക്ലാസ് അടിസ്ഥാനമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അടുത്തത് 12ാമത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കണം. 13ാമത് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് സർവൻസ് ആണെങ്കിൽ, ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതേണ്ടതുണ്ട്. 14ാമത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പരും രജിസ്റ്റർ ചെയ്ത ഡേറ്റും എഴുതേണ്ടത് നിർബന്ധമാണ്. അടുത്ത ഡിക്ലറേഷനാണ് കൊടുത്തിരിക്കുന്നത്. സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കൻറ്റ് സിഗ്നേച്ചർ ചെയ്യുക. ഡേറ്റ് ഏതാണെന്ന് ഇതിനകത്ത് എഴുതുക, അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ റൈറ്റ് തമ്പ് ഇംപ്രഷനും ഇവിടെ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. മാത്രമല്ല, ആ ബോർഡ്സിന് മുകളിൽ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയിമും അവിടെ എഴുതേണ്ടതാണ്. ഈ തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തമ്പ് ഇംപ്രഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. OBC കാറ്റഗറി ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ടത് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. മാത്രമല്ല, നമ്മളിത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. നമുക്കിത് അപേക്ഷിക്കുന്ന അവസാന തീയതി 2 ഫെബ്രുവരി വരെ നമുക്കിതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് കവറിനുള്ളിൽ ഒരു പോസ്റ്റ് കവറും കൂടെ വെച്ച് വേണം അയക്കാൻ. കാരണം അഡ്മിറ്റ് കാർഡ് അവർക്ക് തിരിച്ചയച്ചു തരേണ്ടതാണ്. അതുകൊണ്ട് പോസ്റ്റ് കവർ വെക്കാതെ ഒരിക്കലും അയക്കരുത്. പോസ്റ്റ് കവർ വെച്ച് മാത്രം അയക്കുക. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.
ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.